ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 18-ാം പടി ചവിട്ടാൻ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളോളം. അതേസമയം ശബരിമലയിൽ വീഴ്ച സംഭവിച്ച വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതിയെ വെച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP രംഗത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ആനന്ദ് പുത്തൂർ ചേർന്നുണ്ട്. ആനന്ദ്, എങ്ങനെയുണ്ട്? ഇപ്പോഴും തിരക്ക് വർദ്ധിക്കുന്നൊരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത്? അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ഇന്ന് ഈ സമയം വരെ ഏകദേശം 70,000-ഓളം ആളുകൾ മല കയറിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ബുക്കിംഗ് വഴി കയറിയ ആളുകളുടെ എണ്ണം മാത്രമാണ്. യാതൊരു തരത്തിലുള്ള സ്പോട്ട് ബുക്കിങ്ങുകളോ അല്ലെങ്കിൽ മറ്റ് വിർച്വൽ ക്യൂകളോ ഒന്നും ബുക്ക് ചെയ്യാതെയും ആളുകൾ നിർബാധം ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 10,000-ത്തിലധികം ആളുകൾ അത്തരത്തിൽ ബുക്കിങ്ങുകളൊന്നും ഇല്ലാതെയും ശബരിമലയിലേക്ക് കയറി വരുന്നുണ്ടെന്നാണ് അനൗദ്യോഗികമായ കണക്കുകൾ. എന്തായാലും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ശബരിമലയിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ സന്നിധാനത്ത് സോപാനത്തിന്റെ അടുത്ത തിരക്കുകളാണ്. അതായത് ആളുകൾ 5-6 വരികളോട് കൂടി ഒഴുകി വരുന്ന ഒരു കാഴ്ച തന്നെയാണ്. നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യവും ഈ വർഷം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം, അതായത് ഇത്രയധികം മണിക്കൂറുകൾ ക്യൂ നിന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പരിതസ്ഥിതിയിലൂടെ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പല സ്ഥലങ്ങളിലും ഈ തിരക്കിന്റെ ഭാഗമായി തന്നെ പോലീസും തീർത്ഥാടകരും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നത് പതിവായിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനം, അതായത് മകരവിളക്കിന്റെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗുകൾ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ സ്പോട്ട് ബുക്കിംഗുകൾ ശബരിമലയിൽ ലഭ്യമല്ല. ഇത് ഒരു വൻ വിമർശനത്തിന് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. ആളുകളുടെ എണ്ണം, തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലെ വേണ്ടി ഇത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗുകൾ ഒഴിവാക്കുന്നത് ആളുകൾക്ക് ശബരിമല സന്ദർശിക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ ഇത്തരം വളരെ വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ആനന്ദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.